പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുക്കുന്ന കേരളത്തിലെ UDF, LDF എംപിമാരുടെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. ഇന്ത്യ മുന്നണി എംപിമാരുടെയും വസതിയിലേക്കും ഓഫീസുകളിലേക്കും BJP മാർച്ച് നടത്തി. തിരുവനന്തപുരത്തെ മാർച്ച് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലപാടെടുക്കുന്ന കേരളത്തിലെ UDF, LDF എംപിമാർക്കെതിരായി സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധിക്കുകയാണ്. തിരുവനന്തപുരം MP ശശി തരൂരിന്റെ ഓഫീസിലേക്ക് നടന്ന BJP മാർച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുനമ്പം ജനതയ്ക്ക് മുൻപിൽ കോൺഗ്രസ് അഭിനയിച്ചതാണോ എന്നും ഇന്നും നാളെയും ഇത് അറിയാമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയതയ്ക്കൊപ്പം മാറി നിൽക്കുന്നുവെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിതെന്നും നിയമത്തെ എതിർത്താൽ UDFകാർ ഏറ്റവും വലിയ കരിങ്കാലികളെന്ന് അറിയപ്പെടുമെന്നും K. സുരേന്ദ്രൻ. അതുകൊണ്ട് ശരി തിരിച്ചറിഞ്ഞ് കേരളത്തിലെ എംപിമാർ മറ്റ് രാഷ്ട്രീയ വൈരമെല്ലാം മാറ്റിവെച്ച് ഈ നിയമ ഭേദഗതിക്ക് അനുകൂലമായി കൈ ഉയർത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ കൈ ഉയർത്തണം. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു ബാധ്യത നിങ്ങൾക്ക്, ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ പാർലമെന്റിൽ നിങ്ങൾ കൈ ഉയർത്തണം. ഇല്ലെങ്കിൽ നിങ്ങളെ ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും വലിയ കരിങ്കാലികളും വഞ്ചകരുമായിട്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുനമ്പം ജനത മാത്രമല്ല സാധാരണ ജനതയും ദുരിതം അനുഭവിക്കുന്നുവെന്ന് അനൂപ് ആന്റണി വ്യക്തമാക്കി. ഈ എംപിമാരോട് അവർ ജയിപ്പിച്ചു വിട്ട ക്രൈസ്തവരായിട്ടുള്ള ശ്രീ ഹൈബി ഈഡൻ, ശ്രീ ആന്റോ ആന്റണി തുടങ്ങിയ എംപിമാരോട് കെഞ്ചിക്കേണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിൽ മറ്റൊരു മതത്തിന്റെ ഒരു വിഷയമില്ല, ഇത് പാവപ്പെട്ട മുനമ്പത്തെ നിവാസികൾക്ക്, പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന്, പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തിന് നീതി നിഷേധിക്കുന്നതിനെതിരെയുള്ള ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമാണ് എന്ന് ക്രൈസ്തവ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി പറഞ്ഞിട്ട് പോലും അതിനെതിരെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് എംപിമാർ കാണിച്ചിരിക്കുന്നത്. വഖഫ് വിഷയത്തിൽ രാജ്യത്തെ മുഴുവൻ ജനപ്രതിനിധികൾക്കും തെറ്റ് തിരുത്താനുള്ള അവസരമാണിതെന്ന് ഷോൺ ജോർജും കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചൂഷണം ചെയ്യുവാൻ ഇവിടെ ചില വിഘടനവാദ സംഘടനകൾ പറഞ്ഞ പോലെ 2047 ഈ രാജ്യം ഞങ്ങൾക്ക് സ്വന്തമാകുമെന്ന് പറഞ്ഞതിന് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് ഈ വഖഫ് ആക്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 2047 ആകുമ്പോഴത്തേനും ഈ രാജ്യത്തുള്ള ഭൂമി മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് വഖഫിൻ്റെതായി മാറ്റാമെന്ന് കരുതിയ അതിന് ഒത്താശ ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ മതേതരത്തോടും നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരമാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നിലകൊള്ളുന്ന UDF MP അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങൽ ഓഫീസിലേക്ക് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.